ഏവർക്കും നമസ്കാരം. നമ്മുടെ ചാനലിൽ ഇതുവരെ വന്നിട്ടുള്ള വീഡിയോയിൽ നിന്ന് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണിത്. നമ്മൾ ഇത്തവണ ഒരു ഇൻ്റർവ്യൂ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അതായത് ഒരു സീരീസ് ഓഫ് ഇൻ്റർവ്യൂസ് ആണ് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത്. ഇൻ്റർവ്യൂവിൻ്റെ വിഷയം എന്താണെന്ന് ചോദിച്ചാൽ നമുക്കൊക്കെ അറിയാം, നമ്മുടെ കേരളത്തിലെ യങ്സ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഒരു ഡ്രീം ഡെസ്റ്റിനേഷൻ ആയിരിക്കുകയാണ് കാനഡ. എല്ലാ ആളുകൾക്കും കാനഡയിൽ വന്നാൽ മതി, ഇവിടെ എന്തൊക്കെയോ ഉണ്ട് എന്നുള്ള ഒരു ചിന്താഗതിയാണ് പലർക്കും. ലൈക്ക് അവരുടെ ഒരു സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് കൂടും, അല്ലെങ്കിൽ അവർക്ക് നാട്ടിൽ കിട്ടാത്ത പലതും ഇവിടെ കിട്ടും എന്നൊക്കെയുള്ള ആഗ്രഹത്തിൻ്റെ പുറത്ത് എല്ലാവരും വലിയൊരു റിസർച്ചോ ഒന്നും ചെയ്യാതെ തന്നെ നാട്ടിൽ നിന്ന് ഇങ്ങോട്ടേക്ക് വരികയാണ്. ഇപ്പം നമുക്കറിയാം, റീസെൻ്റായിട്ട് നമ്മുടെ നാട്ടിലുള്ള ഒരു ഏജൻസി തന്നെ 7,000+ കുട്ടികളെയാണ് ഒരു ഇൻടേക്കിൽ നമ്മുടെ ഇങ്ങോട്ടേക്ക് കാനഡയിലേക്ക് വിട്ടത്. ഒരു ഏജൻസി ഒരു അക്കാഡമിക് ഇയറിൽ ഇങ്ങോട്ടേക്ക് വിട്ട കുട്ടികളുടെ എണ്ണമാണത്. അതുപോലെ എത്ര ഏജൻസികൾ അതുപോലെ ഓരോ എഡ്യൂക്കേഷണൽ ടേമിലും ഇതുപോലെ കുട്ടികളിങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ ശരിക്കും എന്താണ് കാനഡ, നമ്മൾ ഈ സ്വപ്നം കാണുന്നതൊക്കെയാണോ ഇവിടെ ഉള്ളത് എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഈസ് കാനഡ വർത്ത് ദ ഹൈപ്പ് എന്നുള്ള ഒരു പേരിൽ ഒരു സീരീസ് ഓഫ് ഇൻ്റർവ്യൂസ് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഇപ്പം നമുക്ക് നാട്ടിൽ നിൽക്കുമ്പോൾ കാനഡയെ പറ്റിയിട്ട് അറിയാനുള്ള സോഴ്സ് ഓഫ് കോഴ്സ് നമുക്ക് ഗൂഗിളൊക്കെ വഴി റെഫർ ചെയ്യാം. ആൻഡ് ഓൾസോ നമുക്ക് പൊതുവെ കാനഡയുടെ ഒരു പിക്ചർ കിട്ടുന്നത് പലപ്പോഴും നമ്മുടെ ഈ പറയുന്ന ഏജൻസീസ് വഴിയാണ്. സോ അവർ നമുക്ക് തരുന്ന ഒരു പിക്ചറാണോ റിയൽ കാനഡ എന്നുള്ളത് ഒന്ന് പരിശോധിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു സീരീസ് ഓഫ് ഇൻ്റർവ്യൂസ് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത് പറയാൻ എന്തുകൊണ്ടും ഏറ്റവും ഉചിതമായിട്ടുള്ള ആൾക്കാർ ഇവിടുത്തെ ഇൻ്റർനാഷണൽ സ്റ്റുഡൻസ് തന്നെ ആയിരിക്കും. സോ അവർ എക്സ്പീരിയൻസ് ചെയ്ത അല്ലെങ്കിൽ അവർ ഗോ ത്രൂ ചെയ്ത ആ ഒരു കാര്യങ്ങളെ പറ്റിയിട്ടൊക്കെ റിവീൽ ചെയ്യുന്ന ഒരു സെഷൻ ആയിരിക്കും ഇത്. അപ്പോൾ ഇന്ന് നമുക്കിവിടെ കൂടെ ഉള്ളത് അവിനാശാണ്. അവിനാശ് ആക്ച്വലി ഒരു മലയാളി അല്ല, പക്ഷേ കുറച്ച് മലയാളമൊക്കെ പറയും നമുക്ക് വേണ്ടിയിട്ട്. സോ അവിനാശിൻ്റെ എക്സ്പീരിയൻസ് കുറച്ച് നാളായി ഇപ്പോൾ കാനഡയിൽ വന്നിട്ട് ഇപ്പം ഈ സ്റ്റുഡൻ്റായിട്ട് വന്നിട്ട് ഇപ്പോൾ ഇവിടെ വർക്ക് ചെയ്യുകയാണ്. സോ അവിനാശിൻ്റെ എക്സ്പീരിയൻസ് നമുക്ക് വേണ്ടിയിട്ട് ഷെയർ ചെയ്യാൻ ഇവിടെ എത്തിയിട്ടുണ്ട്. നമസ്കാരം അവിനാശ്. ഹായ്. സോ ഏത് ഇയറിലാണ് അവിനാശ് കാനഡയിൽ വന്നത്? ആൻഡ് ഓൾസോ ആ ഒരു ജേർണി എങ്ങനെയായിരുന്നു? ഫസ്റ്റ് ഇവിടെ വന്ന് എങ്ങനെയായിരുന്നു ആ ഒരു എക്സ്പീരിയൻസ്? സോ ഞാൻ ഏത് വർഷമാണ് കാനഡയിൽ വന്നതെന്ന് വെച്ചാൽ 2019 സോ ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്ന ഡേറ്റിനെ വെച്ച് കൺസിഡർ ചെയ്താൽ എക്സാക്റ്റായിട്ട് 4 years ആയി നമ്മളിപ്പോൾ കാനഡയിൽ വന്നിട്ട്. സോ ആദ്യം നമ്മൾ കാനഡ വരണ മുന്നേ ഞാൻ വെച്ച 2 ഓപ്ഷൻ, ഒന്ന് USA ആണോ ഇല്ല കാനഡ ആണോ എന്നിട്ട്. സോ ഞാൻ കോളേജ് മുടിച്ചിട്ട് US പോകാൻ ഒരു സാഹചര്യം ഇല്ലാത്ത ഒരു സിറ്റുവേഷനിൽ നമ്മളപ്പോൾ ഒരു കാനഡ സെലക്ട് ചെയ്തു 2019. അതിന് പരിപാടികളൊക്കെ തുടങ്ങുന്നത് ഒരു 2018 തന്നെ നമ്മൾ തുടങ്ങി. 1 year മുന്നേ തുടങ്ങിയാൽ 2019 ഇവിടെ എത്താൻ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടി. സോ നമ്മൾ കുറേ കോളേജസിന് അപ്ലൈ ചെയ്തു, കുറേ യൂണിവേഴ്സിറ്റീനെ അപ്ലൈ ചെയ്തു. അപ്പോൾ തന്നെ ഭയങ്കര കോമ്പറ്റീഷനാണ്. സോ 2019 വെച്ചാൽ ഞാൻ അപ്പോഴേ ഭയങ്കര കോമ്പറ്റീഷനാണ്. സോ ഓൾമോസ്റ്റ് ഞാൻ മാത്രം ഒരു 5 കോളേജസിനും ഓൾമോസ്റ്റ് 7 യൂണിവേഴ്സിറ്റിയിലും അപ്ലൈ ചെയ്തിട്ടാണ് അതിൽ 2 എനിക്ക് കിട്ടിയത്. ആ 2 ഏതാണ് നല്ലതെന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഒരെണ്ണം ചൂസ് ചെയ്തിട്ട് ഞാൻ പ്രൊസീഡ് ചെയ്ത് വന്നതാണ്. സോ എങ്ങനെയാണ് ഈ കോളേജസ് ഒക്കെ ചൂസ് ചെയ്തത്? ആൻഡ് ഓൾസോ എങ്ങനെയാണ് കോഴ്സ് ചൂസ് ചെയ്തത്? ഒരു ഇൻട്രസ്റ്റിന്റെ പുറത്ത് പാഷൻ ഉള്ള ഒരു സബ്ജക്റ്റ് ചൂസ് ചെയ്തതാണോ അതോ ഇവിടെ സ്കോപ്പ് ഉള്ള ഒരു സബ്ജക്റ്റ് എടുത്തതാണോ? ആക്ച്വലി ഇവിടെ സ്കോപ്പെന്ന് വെച്ചാലോ ഇല്ല പാഷൻ വെച്ചാലോ, ഇവിടെ പാഷനും പ്ലസ് ജോബ് മാർക്കറ്റിന് വെച്ചിട്ട് ആ കോഴ്സും സെലക്ട് ചെയ്യാൻ നമ്മൾ വിചാരിക്കണം. സോ ഫോർ എക്സാമ്പിൾ ഞാൻ അണ്ടർ ഗ്രാജുവേറ്റ് ഇന്ത്യയിൽ ബാച്ചുലേഴ്സ് ഓഫ് എഞ്ചിനീയറിംഗ് പഠിച്ചത്. സോ ഞാൻ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ബാക്ക്ഗ്രൗണ്ടാണ്. സോ അത് മുടിച്ചിട്ട് ഒരു 3 years നമ്മൾ ഒരു IT കമ്പനിയിൽ പണി ചെയ്തിട്ട് പിന്നെ നമ്മളൊരു കരിയർ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ടും ഒരു എഡ്യൂക്കേഷണൽ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ടുമായി നമ്മൾ കാനഡ ചൂസ് ചെയ്തിട്ട് ഇവിടെ എക്സ്പ്ലോർ ചെയ്യാം, സ്റ്റഡീനെ എക്സ്പ്ലോർ ചെയ്യാമെന്ന് നമ്മൾ ചൂസ് ചെയ്തത്. സോ ഞാൻ സ്പെസിഫിക്കായിട്ട് ചൂസ് ചെയ്തത് ഒരു സൈബർ സെക്യൂരിറ്റിയും പിന്നെ വയർലെസ് നെറ്റ്വർക്കിംഗ് കോഴ്സും നമ്മൾ സെലക്ട് ചെയ്തിട്ട് എൻ്റെ ബ്രോഡർ സ്പെക്ട്രം ഞാൻ സെർച്ച് ചെയ്ത യൂണിവേഴ്സിറ്റിയും കോളേജസിനും എന്തുവാന്ന് വെച്ചാൽ IT ബാക്ക്ഗ്രൗണ്ടിൽ ഞാനൊരു ഡെവലപ്പർ അല്ല, എനിക്ക് ഡെവലപ്മെൻറ്റ് കുറച്ച് വരത്തില്ല. സോ അതിന് വേണ്ടിയിട്ട് ഞാൻ ഡെവലപ്പിംഗ് ഇല്ലാണ്ട് വേറെ ഏതെങ്കിലും കോഴ്സസ് ഞാൻ പണി ചെയ്ത് ഞാൻ ഒരു 3 years നമ്മളിവിടെ ജോലി ചെയ്തല്ലേ ഇന്ത്യയിൽ, അതിന് റിലേറ്റഡ് ആയിട്ടും എനിക്ക് നെക്സ്റ്റ് സ്റ്റെപ്പ് പോകാൻ വേണ്ടിയിട്ടുള്ള കോഴ്സസാണ് ഞാൻ ചെക്ക് ചെയ്തത്. അതിന് കുറേ ഓപ്ഷൻസ് ഉണ്ട്. നമ്മൾ എപ്പോഴും ഒരു ഏജൻസി പറയുന്നത് വെച്ച് മാത്രം ഡിസൈഡ് ചെയ്യരുത്. നമ്മളും കുറേ റിസർച്ച് ചെയ്യണം.
ഏത് കോഴ്സസ് ഏത് കോളേജസിലായിരിക്കുന്നത്, ആ കോഴ്സസിനെ ഫോളോ അപ്പ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ നമ്മൾ ഈ കോഴ്സ് ചെയ്തിട്ട് പിന്നെ നമ്മൾ ഫോളോ അപ്പ് ആയിട്ട് വേറെ ഏതെങ്കിലും കോഴ്സ് ചെയ്യാൻ പറ്റുമോ ആ കോളേജിൽ തന്നെ, ഇല്ലെങ്കിൽ വേറെ കോളേജിൽ പോവുകയാണെങ്കിൽ അതിനെ എന്തുവാ സെക്കൻഡ് ഇയറിന് ഏതെങ്കിലും കോഴ്സ് എടുക്കുവാനോ വെച്ചാലും എന്തോ ആയിരിക്കും നമ്മൾ അതിനും റിസർച്ച് ചെയ്യണം. അതാണ് വിഷയം. സോ അവിനാഷ് പറഞ്ഞപ്പോൾ തന്നെ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു, കരിയർ ഡെവലപ്മെൻ്റ് ആയിരുന്നു അവിനാഷ് ഇവിടെ വരാനുണ്ടായിരുന്നു ഒരു റീസൺ എന്ന് പറഞ്ഞു. കരിയർ ഡെവലപ്മെൻറ്റ് അല്ലെങ്കിൽ ലൈക്ക് എഡ്യൂക്കേഷനിൽ ഒരു ഡെവലപ്മെൻറ്റ് കൊണ്ടുവരിക എന്നുള്ളത്. സോ അതുകൊണ്ട് തന്നെ നമ്മുടെ നാട്ടിലത്തെ ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റവും ഇവിടെ വന്നിട്ട് എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റവും തമ്മിലത്തെ ഒരു ഡിഫറൻസ് എന്താ ഫീൽ ചെയ്തത്? ഇപ്പം നാട്ടിൽ നിന്ന് കുട്ടികൾ പലപ്പോഴും അവിടെ നിന്ന് ഇവിടേക്ക് വരുമ്പോൾ മോസ്റ്റ്ലി അവർക്കൊരു കൾച്ചറൽ ഷോക്ക് ആയിരിക്കും ഇനീഷ്യലി, കാരണം അവർ ഫോളോ ചെയ്ത് വന്ന ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റമേ ആയിരിക്കത്തില്ല ഇവിടെ. സോ എന്ത് എക്സ്പെക്റ്റ് ചെയ്തിട്ടായിരിക്കണം അവർ ഇങ്ങോട്ടേക്ക് വരേണ്ടത്? എഡ്യൂക്കേഷണൽ സിസ്റ്റമിൻ്റെ കൺസിഡർ ചെയ്താൽ നമ്മൾ ഇന്ത്യയിലും എവിടെയും ഭയങ്കര ഡ്രാസ്റ്റിക് ഡിഫറൻസ് ആണ്. സോ ഞാൻ അവിടെ ഓൾറെഡി പറഞ്ഞ പോലെ ഞാൻ അണ്ടർ ഗ്രാജുവേറ്റ് എഞ്ചിനീയറിങ് ചെയ്തതാണ്. സോ അതിനെ കൺസിഡർ ചെയ്തിട്ട് നമ്മൾ ഇവിടെ വന്നപ്പോൾ എനിക്ക് ഭയങ്കര റിലാക്സ്ഡ് ആയിട്ട് ഞാൻ പഠിച്ചതാണ്. സോ ഞാൻ ഒരു 2 വർഷം ഇവിടെ കോഴ്സ് ചെയ്തത് എനിക്ക് ഒരു പ്രഷറെ ഞാൻ ഫീൽ ചെയ്തിട്ടില്ല. ആക്ച്വലി ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഒരു സ്ഥലം മാറിയ ഒരു ബുദ്ധിമുട്ടുണ്ടാവും, പക്ഷേ അതിനെയും നമ്മൾ പഠിക്കണം, നമ്മൾ കോഴ്സസൊക്കെ കംപ്ലീറ്റ് ചെയ്യണം, പിന്നെ അസൈൻമെൻറ്റ്സും ടെസ്റ്റും പിന്നെ പാർട്ട് ടൈം ജോലിയൊക്കെ ചെയ്യണം, പിന്നെ നമ്മുടെ ഡേ ടു ഡേ ആക്ടിവിറ്റീസിനും നമ്മളെ തന്നെ ചെയ്യണം. സോ ഇതൊക്കെ എനിക്ക് എല്ലാത്തിലും ഒരു സമയം കിട്ടി. സോ അതിന് വേണ്ടിയിട്ട് അത് എല്ലാം അനുസരിച്ചാണ് നമ്മൾ കോഴ്സ് ഡിസൈനും ചെയ്തിട്ടുണ്ട്. സോ ഇവിടെ ഒരു സബ്ജക്റ്റിന് വെച്ചാൽ ആ സബ്ജക്റ്റ് ഒരു വീക്കിൽ ഒരു വട്ടമേ വരും. സോ திருப்பி அந்த சப்ஜெக்ட் வந்து நெக்ஸ்ட் வீக்கு നമ്മൾ വരുമായിരിക്കും. സോ ആ 1 വീക്ക് നമുക്ക് ഫുൾ ടൈം ഇരിക്കുമായിരിക്കും. നമ്മൾ അസൈൻമെൻറ്റ് കംപ്ലീറ്റ് ചെയ്യാനും ആ സബ്ജക്റ്റിനെ നമ്മൾ തിരുപ്പി ഫോളോ അപ്പ് ചെയ്യാനും, ഇപ്പോൾ ഒരു ക്ലാസ് മിസ്സായാലും നമ്മൾ ഒരു റെക്കോർഡ് സെഷനോ ഇല്ല നോട്ട്സോ നമുക്ക് കിട്ടുമായിരിക്കും, അത് നമ്മൾ ഫോളോ അപ്പ് ചെയ്യാനും, ഇല്ലെങ്കിൽ നമുക്ക് വേറെ ഏതെങ്കിലും ഇഷ്ടം ഉണ്ടാണെങ്കിലും അതിനെ പെർസ്യൂ ചെയ്യാനും ഇവിടെ കുറേ സ്ഥലം ഇരിക്കുമായിരിക്കും, നമുക്കൊരു ബ്രീതിങ് സ്പേസ് കിട്ടുമായിരിക്കും. പക്ഷേ ഇന്ത്യയിൽ അപ്പടിയല്ല. ഇപ്പോൾ നമ്മളൊരു ബാച്ചിലേഴ്സിൽ എൻറോൾ ചെയ്താന്ന് വെച്ചാൽ നമ്മൾ ഒരു സബ്ജക്റ്റ് ഫോർ ഷുവർ വൺസ് ഇൻ എ ഡേ എവറി ഡേ ആ സബ്ജക്റ്റ് വരുമായിരിക്കും. എവറി ഡേ ക്ലോസ് ഡെഡ് ലൈൻസ് നമുക്ക് ഇരിക്കുമായിരിക്കും. ഫോളോ അപ്സ്, ടെസ്റ്റിന് മേലെ അസൈൻമെൻറ്റ്സ്, ഭയങ്കര സ്ട്രെസ്ഡ് ആയിരിക്കും. ഇപ്പോൾ ഒരു കോഴ്സിൽ നമ്മൾ എൻറോൾ ചെയ്തെന്ന് വെച്ചാൽ നമുക്ക് ആ കോഴ്സ് മുടിയുന്ന വരെ വേറെ ഏതിലും നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റത്തേ ഇല്ല. പക്ഷേ ഇവിടെ അതുപോലല്ല. സോ നമ്മൾ ഒരു കോഴ്സിൽ എൻറോൾ ചെയ്താലും വേറെ ഏതെങ്കിലും പാരലായിട്ട് ചെയ്യാൻ പറ്റും, നമ്മൾ പേഴ്സണലിന് വേണ്ടിയിട്ടും ഇല്ലെങ്കിൽ നമ്മൾ വർക്കിന് വേണ്ടിയിട്ടും ഏതായാലും. അതാണ് ഞാൻ ഫീൽ ചെയ്ത ഭയങ്കര ഡ്രാസ്റ്റിക് ആയിട്ട് ഫീൽ ചെയ്ത ഒരു ഡിഫറൻസ് ആണ്. ഓക്കെ, അതുപോലെ ഈ കോഴ്സ് ചൂസ് ചെയ്യുന്നത് എങ്ങനെയാണ്? ഇപ്പം നമുക്ക് നമ്മുടെ നാട്ടിലത്തെ പോലെ തന്നെ ഒരു പാക്കേജ് ആയിട്ടാണോ ഇവിടെ കോഴ്സസ് നമുക്ക് കിട്ടുക, അതോ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് അവിടെ ഇവിടെയൊക്കെ നമുക്ക് ഇഷ്ടമുള്ള സബ്ജക്റ്റ് ചൂസ് ചെയ്യാം, അങ്ങനത്തെയൊക്കെ ഓപ്ഷൻസ് ഉണ്ടോ? ലൈക്ക് കസ്റ്റമൈസ് ചെയ്യാനുള്ള ഓപ്ഷൻസ് നമുക്ക് അവൈലബിൾ ആണോ ഇവിടെ? പാക്കേജ് ആയിട്ടൊന്നും പറയാൻ പറ്റത്തില്ല ഇവിടെ. ഒരു എന്താണെന്ന് വെച്ചാൽ, സോ നമ്മുടെ നാട്ടിൽ ഒരു എഞ്ചിനീയറിംഗ് എന്ന് വെച്ചാൽ നമുക്ക് ആ സബ്ജക്റ്റ് ഇഷ്ടമാണോ ഇഷ്ടമില്ലെങ്കിലോ നമുക്ക് ആ പാക്കേജിൽ ആ സബ്ജക്റ്റ് വന്നേ തീരും. സെലക്റ്റബിൾസ് എന്ന് വെച്ചാൽ ഒരു സെമസ്റ്ററിൽ ഒരു സബ്ജക്റ്റ് മാത്രമേ സെലക്റ്റബിൾ ആയിരിക്കും, അതും ആ മാനേജ്മെൻറ്റ് തന്നെ സെലക്ട് ചെയ്യും. എത്ര ആൾക്കാരത് ആ കോഴ്സിനെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്ന് വെച്ചിട്ട് മാനേജ്മെൻറ്റ് തന്നെ ആ ഓപ്ഷൻസും സെലക്ട് ചെയ്യും. പക്ഷേ ഇവിടെ അതുപോലല്ല. നമുക്ക് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ എഞ്ചിനീയറിംഗിനെ ചൂസ് ചെയ്തല്ലേ, അതിൽ എനിക്കിപ്പം ഒട്ടും മാത്തമാറ്റിക്സ് വരുന്നില്ല എന്ന് വെച്ചാൽ, മാത്തമാറ്റിക്സ് ഭയങ്കര ഇമ്പോർട്ടൻ്റാണ് എഞ്ചിനീയറിംഗ് ചെയ്യാൻ. പക്ഷേ കുറേ ആൾക്കാർ ഞാൻ കണ്ടിട്ടുണ്ട് മാത്തമാറ്റിക്സ് 2ലും മാത്തമാറ്റിക്സ് 3ലും അവരുടെ പേപ്പേഴ്സിനെ ക്ലിയർ ചെയ്യാൻ ഫൈനൽ സെമസ്റ്റർ വരെ ബുദ്ധിമുട്ടിപ്പിച്ചിട്ട് ചെയ്യാണ്ടിരുന്ന ഒരു ആൾക്കാരനെ ഞാൻ കണ്ടിട്ടുണ്ട്. സോ അതുപോലെ ഇവിടെ ഒരു സബ്ജക്റ്റിന് ഒരു വട്ടം നമ്മൾ ക്ലിയർ ചെയ്താൽ ഇപ്പോൾ നെക്സ്റ്റ് വേറെ ഏതെങ്കിലും സ്ഥലത്തിന് പോയിട്ട് ആ കോഴ്സിന് ഫോളോ അപ്പ് കോഴ്സ് നമ്മൾ ഏതെങ്കിലും ചെയ്യാമെന്ന് വെച്ചാൽ, ലൈക്ക് ഫോർ എക്സാമ്പിൾ നമ്മൾ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഇവിടെ ഒരു സൈബർ സെക്യൂരിറ്റീന് ഒരു കോളേജിൽ ചെയ്യാൻ വയ്ക്കും. സോ നെക്സ്റ്റ് നമ്മൾ ആ ഫോളോ അപ്പിന് വേണ്ടിയിട്ട് ഒരു ഇൻഫർമേഷൻ സെക്യൂരിറ്റിന് വേണ്ടിയിട്ടോ അതിൽ സ്പെഷ്യലൈസേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം ഞാൻ നെക്സ്റ്റ് കോളേജിൽ പോയിട്ട് ഒരു 6 months കോഴ്സ് എടുക്കാമെന്ന് വെച്ചോ. സോ അപ്പോൾ നമ്മൾ ഓൾറെഡി ഒരു 1 year പഠിച്ച
കോഴ്സിൽ ഏതെങ്കിലും ഒരു സബ്ജക്റ്റ് നമ്മൾ ഓൾറെഡി ഫസ്റ്റ് ഇയറിൽ തന്നെ പഠിച്ചു, സെക്കൻഡ് കോഴ്സിൽ അത് റിഫ്ലെക്റ്റ് ആവോ ഇല്ലെങ്കിൽ കുറേ കോഴ്സസ് ഓവർലാപ്പ് ആവുമെന്ന് വെച്ചോ നമ്മൾക്ക് ഫീൽ ആയെന്ന് വെച്ചോ വിചാരിച്ചാൽ നമ്മൾ കോളേജിൻ്റെ മാനേജ്മെൻറ്റിൽ പോയിട്ട് സംസാരിച്ചിട്ട് ഞാനിത് ഓൾറെഡി പഠിച്ചിട്ടുണ്ട്, ഇതാണ് എൻ്റെ ഗ്രേഡ്സ് എന്ന് പറഞ്ഞിട്ട് ആ കോഴ്സ് മാത്രം നമ്മൾ എക്സംഷൻ പെറാൻ പറ്റും. സോ ആ കോഴ്സിന് വേണ്ടിയിട്ട് നമ്മൾ ക്ലാസ്സസ് അറ്റൻഡ് ചെയ്യേണ്ട, ഫീസ് പേ ചെയ്യേണ്ട, എക്സാം അറ്റൻഡ് ചെയ്യേണ്ട. പക്ഷേ ആ കോഴ്സ് നമ്മൾക്ക് കംപ്ലീറ്റ് ചെയ്തുകൊണ്ട് നമ്മൾക്ക് ഒരു എക്സംഷൻ കിട്ടും. ആ റിലാക്സേഷൻ ഇവിടെ ഉണ്ട്. സോ അതുപോലെ കോഴ്സ് എങ്ങനെ സെലക്ട് ചെയ്യണമെന്ന് വെച്ചാൽ ഒരു ആൾക്കാരൻ്റെ ഒരു ഇന്നർ ലൈക്കിങ്സ് ഉണ്ടല്ലോ ഒരു കോഴ്സ് ചെയ്യുമ്പോൾ. അത് ഏതിൽ ഹയസ്റ്റ് ആയിട്ടിരിക്കുന്നു ആ കോഴ്സ് മാത്രം സ്പെസിഫിക് ആയിട്ട് പിക്ക് ചെയ്തിട്ടും നമ്മളിവിടെ കോഴ്സസ് ചെയ്യാൻ പറ്റും. സോ അതിനെ വിചാരിച്ചിട്ട് കുറച്ച് റിസർച്ച് ചെയ്യണം. ഇല്ലെങ്കിൽ നമ്മൾ ആ കോളേജിൽ പഠിക്കുന്ന പിള്ളേരുകളോ ഇല്ലെങ്കിൽ ലിങ്ക്ഡിനിൽ കുറച്ച് ആൾക്കാരനെ പിടിച്ചിട്ട് ആ കോഴ്സസ് ചെയ്യുന്ന ആൾക്കാരുടെ അടുത്ത് സംസാരിച്ചാൽ നമുക്കൊരു ഐഡിയ കിട്ടുമായിരിക്കും. അതിന് എല്ലാத்தைയും കളക്ട് ചെയ്തിട്ട് നമ്മൾ ആ കോഴ്സ് അപ്ലൈ ചെയ്യണം. ഇല്ലെങ്കിൽ നമ്മൾക്ക് ഒരു കോളേജിൽ ചേരണം அப்படின்னு ഫോർ നെയിം സേക്ക് നമ്മൾ ഒരു കോളേജ് അപ്ലൈ ചെയ്യണം ഇല്ല കോഴ്സ് അപ്ലൈ ചെയ്യണം, ഒരിക്കലും അത് യൂസ്ഫുൾ ആയിരിക്കത്തില്ല. ഓക്കെ, ഇപ്പം ഇൻട്രൊഡക്ഷനിൽ അവിനാശ് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ നാട്ടിൽ കുറച്ച് നാൾ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ യുവർ എഞ്ചിനീയറിംഗിന്. അതിനുശേഷം ഇങ്ങോട്ടേക്ക് പഠിക്കാനായിട്ട് വന്നു. സോ നാട്ടിലത്തെ ആ ഒരു വർക്ക് എക്സ്പീരിയൻസ് ഉണ്ട്. ഇപ്പോൾ ഇവിടെ വന്നിട്ട് കോഴ്സ് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഇവിടെയും വർക്ക് ചെയ്യുകയാണ്. സോ നാട്ടിലത്തെ ആ ഒരു വർക്ക് കൾച്ചറും ഇവിടുത്തെ ഒരു വർക്ക് കൾച്ചറും തമ്മിലത്തെ ഒരു ഡിഫറൻസ് എന്താ അവിനാശിന് ഫീൽ ചെയ്തിട്ടുള്ളത്? ഓക്കെ, ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ട് കോളേജ് ആപ്ലിക്കേഷനിൽ ഭയങ്കര കോമ്പറ്റീഷൻ എന്നിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ജോബ് മാർക്കറ്റും ഇവിടെ അത്രയും എളുപ്പമല്ല. സോ നമ്മൾ വിചാരിക്കുന്ന പോലെ ഇന്ത്യയിലിരിക്കുന്ന പോലെ ഒരു ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഇന്ത്യയിലും ഭയങ്കര ടഫാണ് ഓപ്പണിങ്സും ജോബ് കിട്ടാനും. സോ അതിലും കുറേ നമ്മൾ വർക്കൗട്ട് ചെയ്യണം ഇവിടെ ജോലി കിട്ടാൻ. എന്താണെന്ന് വെച്ചാൽ നമ്മൾ കുറേ ആൾക്കാരനെ മീറ്റ് ചെയ്യണം, നെറ്റ്വർക്ക് ചെയ്യണം, പിന്നെ ജോബ് പോസ്റ്റിങ്ങിന് വേറൊരു എല്ലാ സ്ഥലത്തിലും പോയി ജോബ് പോസ്റ്റിംഗ് കാണണം. നമ്മൾ കരിയർ പേജസിലും ഇല്ലെങ്കിൽ ഇൻഡീഡിലും ലിങ്ക്ഡിനിലും എല്ലാ സ്ഥലത്തിലും പോയി നമ്മൾ ജോബ് നോക്കണം. പിന്നെ നമ്മൾ റെസ്യൂമിൽ ഒരുപാട് വർക്ക് ചെയ്യണം. ഇവിടെ ഇന്ത്യയിൽ തന്നെ ഒരു ഫോർമാറ്റ് ഉണ്ട്, അതിനെ നമ്മൾ ഒന്നും അത്രയും ടൈം ഒന്നും ഇൻവെസ്റ്റ് ചെയ്ത് നമ്മൾ റെസ്യൂമെ ബിൽഡ് ചെയ്യുന്നില്ല. പക്ഷേ ഇവിടെ ആണെങ്കിൽ ഒരു ജോബ് പോസ്റ്റിങ്ങിന് വേണ്ടിയിട്ട് 1000 ആപ്ലിക്കേഷൻസ് വരുമായിരിക്കും. ആ 1000 ആപ്ലിക്കേഷനിൽ HR ഇല്ലെങ്കിൽ ഒരു ഓട്ടോമേറ്റഡ് റെസ്യൂമെ സെലക്ടർ മെഷീൻ ഉണ്ട് ഇവിടെ. സോ അത് സെലക്ട് ചെയ്യുമ്പോൾ അവർ ഒരു കീവേഡ്സിനെ പിക്ക് ചെയ്തിട്ടാണ് നമ്മുടെ റെസ്യൂമെ സെലക്ട് ചെയ്യാൻ പോകുന്നത്. സോ അതുപോലെ നമ്മൾ ആ റെസ്യൂമയിൽ ആ ജോബ് ഡിസ്ക്രിപ്ഷനിൽ ഇരിക്കുന്ന ഏതെങ്കിലും കീവേഡ്സ് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ടോ അത് ഭയങ്കര ഇമ്പോർട്ടൻറ്റ്. സോ നമ്മൾ അതുപോലെ കുറേ ഇമ്പോർട്ടൻറ്റ് വേർഡ്സും ജോബ് ഡിസ്ക്രിപ്ഷനെ നമ്മൾ വേണ്ടിയിട്ടും പ്ലസ് നമ്മൾ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസിന് എക്സ്പ്ലെയിൻ ചെയ്യുന്ന പോലെയും നമ്മൾ റെസ്യൂമയിൽ കുറേ വിടണം. സോ ഇട്ടാലേ നമ്മൾക്കൊരു കോളോ ഔട്ട് ഓഫ് 1000 applications you apply, so out of which you get 4 or 5 calls. That's what you get, but you have to have a lot of patience to get a job here. ഓക്കെ, സോ നാട്ടിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഒരു പിക്ചർ എന്താണെന്ന് വെച്ചാൽ ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ യുവർ എഡ്യൂക്കേഷൻ യു വിൽ ഡെഫിനറ്റ്ലി ഗെറ്റ് എ ജോബ്. അങ്ങനെയാണ് പല ഏജൻസീസും ആളുകളെ പറഞ്ഞ് വിശ്വസിപ്പിക്കുന്നത്. സോ ജോലി കിട്ടാൻ അത്ര എളുപ്പമല്ല എന്നുള്ളൊരു റിയാലിറ്റി പലർക്കും അറിയാതെയാണ് ഇവിടെ വരുന്നത്. ഇപ്പോൾ അങ്ങനത്തെ ഉള്ള സിറ്റുവേഷനിൽ കുറച്ച് ടഫായിരിക്കത്തില്ല ഇവിടുത്തെ എല്ലാം കൂടി നമുക്ക് ഹാൻഡിൽ ചെയ്യാനായിട്ട്. നമുക്ക് അങ്ങനെ ഒരു ഹൈ എക്സ്പെക്റ്റേഷനിൽ വരുമ്പോഴത്തേക്കിനും അതുപോലെ തന്നെ ബേസിക്കലി നമ്മുടെ നാട്ടിൽ വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സാലറി ആയിക്കോട്ടെ അല്ലെങ്കിൽ നമ്മുടെ കൊലീഗ്സിൽ നിന്ന് കിട്ടുന്ന ആ ഒരു ബന്ധം ആയിക്കോട്ടെ ഇവിടെ ഭയങ്കര ഡിഫറെൻ്റ് ആണല്ലോ. എങ്ങനെയാണ് ആ ഒരു ഡിഫറൻസിനെ നോക്കിക്കാണുന്നത്? സോ ഓൾറെഡി ലാസ്റ്റ് ക്വസ്റ്റ്യനിൽ തന്നെ അനുപമ വർക്ക് കൾച്ചറിനെ പറ്റിയും ചോദിച്ചിട്ടുണ്ട്, ഞാൻ അതിനെ മിസ് ചെയ്തിട്ടുണ്ട്. വർക്ക് കൾച്ചറിന് വെച്ചാൽ ഭയങ്കര ഡ്രാസ്റ്റിക് ഡിഫറൻസ് അവിടെയെങ്കിലും ഇവിടെയും ഉണ്ട്. സോ ഇന്ത്യയിലാണെങ്കിൽ ഗോസിപ്സും ഇല്ലെങ്കിൽ നമ്മൾ
കീഴെ ഇറക്കാൻ ഭയങ്കര മറ്റേ ആൾക്കാരോ ഇല്ല ഡിപ്പാർട്ട്മെൻറ്റിൽ തന്നെയോ ഇല്ല ഏതെങ്കിലും ഒരു ആൾക്കാർ നമ്മൾ അഗെയിൻസ്റ്റിന് ഏതെങ്കിലും ചെയ്യാൻ വർക്ക് ചെയ്യുമായിരിക്കും. കുറേ പോളിറ്റിക്സ് ഉണ്ടാവും. ഓഫ് കോഴ്സ് ഐ ടിയിൽ തന്നെയും ആ പോളിറ്റിക്സ് ഉണ്ട് ലൈക്ക് ഇന്ത്യയിൽ. സോ അതുപോലെ ഇവിടെ ഞാൻ ഫേസ് ചെയ്തിട്ടില്ല. നമ്മുടെ ഒരു ബൗണ്ടറീസിനെ ഭയങ്കരമായിട്ട് റെസ്പെക്റ്റ് ചെയ്യും. വർക്ക് കൾച്ചർ ഭയങ്കര നല്ലതാണ്. ലൈക്ക് ഇവിടെ ഒരു വർക്ക് ലൈഫ് ബാലൻസിന് വെച്ചാൽ എനിക്ക് ഇവിടെയാണ് ഞാൻ കണ്ടത് ഒരു വർക്ക് ലൈഫ് ബാലൻസ് എത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇവിടെ ഇരിക്കുന്ന ആൾക്കാർ കൺസിഡർ ചെയ്യുന്നതിന്. പ്ലസ് ആഫ്റ്റർ 5 or like whatever time you are supposed to work, they will not disturb you to get the job done. നമ്മുടെ കംഫർട്ട് സ്പേസിനെ വിചാരിച്ചിട്ടാണ് നമുക്കൊരു ജോബ് അസൈൻ ചെയ്യും. പിന്നെ ആ ജോബ് അസൈൻ ചെയ്യുന്നത് നമ്മൾ റെസ്പോൺസിബിലിറ്റി ആണ്. സോ നമ്മളും അവരുടെ ഒരു തരുന്ന ഒരു വർക്ക് ലൈഫ് ബാലൻസിനെ അനുസരിച്ചിട്ട് നമ്മൾ വർക്ക് ടൈമിൽ 100% നമ്മൾ തരണം. നമ്മൾ ഇന്ത്യയിൽ വർക്ക് ടൈമിന് വെച്ചിട്ട് അവിടെ നമ്മൾ കോഫി കുടിക്കാൻ പോവും, ഇല്ലെങ്കിൽ ഗെയിം കളിക്കാൻ പോവും. നമ്മൾ ഓഫീസിൽ തന്നെ ഗെയിംസൊക്കെ ഭയങ്കര ഇരിക്കാമല്ലോ. പക്ഷേ ഇവിടെ അതുപോലെ ഒരു എൻവിറോൺമെൻ്റ് അല്ല. ഇവിടെ വർക്കിന് വെച്ചാൽ മോർണിംഗ് 8:30 ഇല്ല 9 വർക്ക് സ്റ്റാർട്ട് ചെയ്താൽ ആ സീറ്റിൽ നിന്ന് ഇറങ്ങാൻ ജോലി ചെയ്യുന്ന ആൾക്കാർ കുറേ ആൾക്കാർ ലൈക്ക് മോസ്റ്റ് ദ 99% ആൾക്കാർ അപ്പടിയാണ് ഇവിടെ വർക്ക് ചെയ്യും. ഓൺലി ഡ്യൂറിങ് ബ്രേക്ക് ടൈംസ് അപ്പോഴെല്ലാവരും സംസാരിക്കും, എല്ലാവരും കാണും, വർത്താനമൊക്കെ പറയും, എല്ലാം ചോദിക്കും. സോ അതുപോലെ പക്ഷേ അവരുടെ അപ്രോച്ചും ഭയങ്കര നല്ലതായിരിക്കും. നമ്മുടെ അടുത്ത് ചോദിക്കുമ്പോൾ ഭയങ്കര ഹാപ്പി ആയിട്ട് സംസാരിക്കും. അവർ എത്രയും സ്ട്രെസ്ഫുൾ ആയിട്ട് ഇരുന്നാലും നമ്മളെടുത്ത് ഹാപ്പി ആയിട്ട് സംസാരിക്കും. പക്ഷേ അവർ ഒരു റഷിൽ ഇരിക്കുവാണെങ്കിൽ വെച്ചാലും അതിന് നമ്മളെടുത്ത് ഒരു പൊളൈറ്റായിട്ട് പറഞ്ഞിട്ട് I'll catch you up later அப்படின்னு പറഞ്ഞിട്ട് നമ്മുടെ അടുത്ത് ഇരിക്കും. സോ അതുപോലെ ഇന്ത്യയിൽ നമ്മുടെ പേഴ്സണലി ഇരിക്കുന്ന എക്സ്പീരിയൻസിന് മറ്റേ ആളിന് മേലെ like show on my personal feelings on others, it's like not happening here. It's just like colleague, so they will give the respect for whatever you deserve and they expect the same to you, like from you as well. ஸோ அதுபோல் നമ്മൾ ഇപ്പോൾ ജോബ് கிடைக்கிறது like to get a job here, like they think as easy or else like after your education it is so easy to get a job, and it's not 100% true, and like you have to be 100% dedicated for that. So that a lot of people I have seen, like after coming here you start working in part times. So once you start working in part time, so you earn per hour. So in India you get paid monthly or like bi-monthly, but here you get paid hourly. So that the money you make doing part time, and even it is nowhere close to a person who is working full time in India, a regular, like if you work in a coffee shop, for sure you would make around close to 1 lakh, or considering to Indian rupees converting. So but a normal person whoever working in India, it's not going to make that much, right? So after people started seeing that money flow in their hands, they tend to work more and more and more, and they lose the interest, or like they forget the idea of what they have came for. For example, their focus is to get a job here after completing their education. But what they do is like after, as Canada gives 3 years of work permit after your 2 years of course. So in that 3 years they think that okay, I'm making sufficient money, so I'll keep on working for 1 or 2 years to get the money. But at one point where they realize is like you have to work in a technical experience for at least 1 year to get into the next phase called the permanent residency in Canada. So once you complete that 1 year and follow some other criteria as well, then you will eventually get a permanent residency. That's why Canada has given that 3 years of period to get you settled in the next position or the next level, that's permanent residency. So but what the people come here as a student, they think is they start earning, they lose track, and they get into the track of earning money and like in different ways, in doing odd jobs, like not the white collar jobs, let's say. So I'm not against it, but that is also like encourageable, but we have to always
keep focused on what's the purpose we came for. So we study, then we invest our time in getting work in related to whatever we studied, not settling for less, because we are not meant for that. And we have invested a lot in coming here to Canada, because whoever coming to Canada, they are almost spending close to 30 to 40 lakhs from their parents invest like savings. So just be focused on whatever the purpose you came for. So that's what I can say. ഓക്കെ, ഇപ്പോൾ അവിനാശ് ഇടയ്ക്ക് പറയുന്നുണ്ടായിരുന്നു, ഇപ്പം ഇവിടെ ഒരു കോഫി ഷോപ്പിൽ വർക്ക് ചെയ്താൽ പോലും ക്ലോസ് ടു 1 lakh നമുക്ക് ഏൺ ചെയ്യാൻ പറ്റും. ആ ഒരു സാധനം തന്നെയാണ് പല ആളുകളെയും ഇങ്ങോട്ട് അട്രാക്റ്റ് ചെയ്യുന്നത്. ലൈക്ക് എനിക്ക് തോന്നുന്നില്ല ഇവിടുത്തെ എഡ്യൂക്കേഷനോ അല്ലെങ്കിൽ ഇവിടുത്തെ ക്വാളിറ്റി ഓഫ് എഡ്യൂക്കേഷനോ ഒന്നും നോക്കിയിട്ടല്ല കൂടുതൽ ആൾക്കാർ ഇവിടെ വരുന്നത്. നാട്ട് വെച്ച് നോക്കുമ്പം ലൈക്ക് ഇവിടെ ഒരു ഈ പറയുന്ന പോലെ ഒരു ചെറിയ ജോലി ചെയ്താൽ പോലും അറൗണ്ട് 1 lakh നമുക്ക് മന്ത്ലി ഏൺ ചെയ്യാൻ പറ്റും. ആ ഒരു ക്യാച്ച് ഫ്രേസാണ് പലരും ഇങ്ങോട്ടേക്ക് കൊണ്ടുവരുന്നത്. ബട്ട് സ്റ്റിൽ ദാറ്റ് ഈസ് ദെയർ, ഓഫ് കോഴ്സ് നമുക്ക് അത്രയൊക്കെ ഏൺ ചെയ്യാൻ പറ്റുമായിരിക്കും. ബട്ട് അതിൻ്റെ പുറകിൽ എത്രത്തോളം കഷ്ടപ്പാടുണ്ട്. ആസ് എ ഇൻ്റർനാഷണൽ സ്റ്റുഡൻറ്റ് ഇവിടെ വരുമ്പോൾ എത്രത്തോളം കഷ്ടപ്പെട്ടിട്ടാണ് നമ്മൾ അത്രയും ഏൺ ചെയ്യുന്നത്. ആൻഡ് ഓൾസോ ഇത്രയും ഇപ്പം നമ്മൾ ഏൺ ചെയ്താൽ ഇപ്പോൾ 1 lakh അടുപ്പിച്ച് ഏൺ ചെയ്തെന്ന് വെച്ചു, എങ്ങനെയാണ് ഇവിടുത്തെ എക്സ്പെൻസ് ഈ ഏണിങ്ങും എക്സ്പെൻസും വെച്ചിട്ട് ഇക്വേറ്റ് ചെയ്യുമ്പോൾ ഇത്രയും ഏൺ ചെയ്യുന്നത് ഒരു വലിയ കാര്യമായിട്ട് നമുക്ക് പറയാൻ പറ്റും ഇവിടുത്തെ എക്സ്പെൻസ് വെച്ച് നോക്കുമ്പോൾ? Okay, this is the hardest part to answer. So നമ്മൾ വിചാരിക്കുന്ന പോലെ അല്ല ഇവിടെ ഇരിക്കുന്ന ഒരു സിറ്റുവേഷൻ. ബിക്കോസ് ആസ് എ സ്റ്റുഡൻറ്റ് ഞാൻ എൻ്റെ സിറ്റുവേഷൻ മാത്രം കൺസിഡർ ചെയ്തിട്ടാണ് പറയുന്നത്. മേ ബി ലൈക്ക് ഇറ്റ് മൈറ്റ് ബി ഡിഫറെൻറ്റ് ഫോർ അതേഴ്സ് ഹു ഹെവർ കം അക്രോസ്. ലൈക്ക് ഇഫ് യു ആർ ഫിനാൻഷ്യലി ലൈക്ക് വെൽ വേഴ്സ്ഡ്, യുവർ സിറ്റുവേഷൻ മൈറ്റ് ബി വെരി ഡിഫറെൻറ്റ്. ബട്ട് ഐ എം കമ്മിങ് ഫ്രം എക്കണോമിക്കലി ലൈക്ക് ഇൻ എ മിഡിൽ ക്ലാസ് ബാക്ക്ഗ്രൗണ്ട്. So where my father is already retired, so I took money from my father's retirement and came here as a student again after working for 3 years. So അതുപോലെ ഇരിക്കുന്ന ഒരു സിറ്റുവേഷനിൽ നമുക്ക് ഇവിടെ പറയാൻ പറ്റും ഒരു $1,200 Canadian dollars. അപ്പോൾ ഞാൻ വരുമ്പോൾ ഒരു 20 hours തന്നെ 1 weekൽ വർക്ക് ചെയ്യണമെന്ന് ഒരു ലിമിറ്റ് ഉണ്ടായിരുന്നു. സോ കാനഡയിലെ സ്റ്റുഡൻസ് വർക്ക് ചെയ്യുന്ന ഒരു ലിമിറ്റ്. സോ അത് അപ്പോൾ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ട് നോക്കിയാൽ എങ്ങനെയെങ്കിലും ഒരു ഏകദേശം ഒരു $1,000 to $1,200 മാത്രം നമുക്ക് ഏൺ ചെയ്യാൻ പറ്റും. അപ്പോൾ ഒരു പെർ അവർ $14 ആയിരുന്നത് നമ്മൾ വരുമ്പോൾ, സോ ഓവർ ദ ഇയേഴ്സ് ഇൻഫ്ലേഷന് അനുസരിച്ചിട്ട് അവരിപ്പോൾ 16.5 വരെ എത്തി. സോ നമ്മളിപ്പോൾ 4 years തന്നെ കാൽക്കുലേറ്റ് ചെയ്തിട്ട്, സോ ആ $1,200 അപ്പോൾ ഇരുന്ന ഒരു കോസ്റ്റ് ഓഫ് ലിവിങ്ങും ഇപ്പോൾ ഇരിക്കുന്ന ഒരു കോസ്റ്റ് ഓഫ് ലിവിങ്ങും ഭയങ്കര സ്കൈ റോക്കറ്റിങ്ങാണ്. ബിക്കോസ് ഓഫ് കോവിഡ് ഭയങ്കര എല്ലാ എക്കണോമിയും ഭയങ്കരമായിട്ട് ചേഞ്ചായി. അതുപോലെ കാനഡയും ഭയങ്കരമായിട്ട് ഹിറ്റായി. ഇവിടെ ഹൗസിങ് മാർക്കറ്റും കുറേ ആൾക്കാരനെ ഇവിടെ അക്സെപ്റ്റ് ചെയ്ത് പിന്നെ ഹൗസിങ് ഇല്ല, എല്ലാവരും അക്കോമഡേറ്റ് ചെയ്യാൻ ഹൗസിങ് സ്പേസസ് ഇല്ല. സോ ഇൻഫ്രാസ്ട്രക്ചർ ഒന്നും കാനഡ ബിൽഡ് ചെയ്തിട്ടില്ല. ബിക്കോസ് ടൊറൻറ്റോ തന്നെ എല്ലാവരും ഫോക്കസ് ചെയ്തിട്ട് വരുന്നുണ്ട്. സോ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇന്ത്യയിലിരുന്ന് എല്ലാ കൺസൾട്ടൻസും ഓക്കെ വേറെ ഏതെങ്കിലും സ്ഥലത്തിനെ പ്രൊമോട്ട് ചെയ്യുമോ എന്ന് വെച്ചാൽ ഇല്ല. സോ എല്ലാവരും ടൊറൻറ്റോ കാനഡ എന്ന് വെച്ചാൽ ഇവിടെ എല്ലാവർക്കും ടൊറൻറ്റോ അറിയും. കാനഡ എവിടാന്ന് ചോദിക്കുന്ന ആൾക്കാരും കുറേ ഉണ്ട്. പക്ഷെ ടൊറൻറ്റോ ആണോ അറിയാം அப்படின்னு പറയുന്നതാ കൂടുതൽ. അതാ ഇപ്പോൾ ആ പേർക്ക് നമ്മൾ കൊടുക്കുന്ന വിലയും ഭയങ്കര കൂടുതലാണ്. സോ ഇപ്പോൾ ഞാൻ പഠിക്കുന്ന സമയത്തിൽ ഒരു 1 BHKയിൽ ഒരു ഷെയർഡ് അക്കോമഡേഷനായിട്ട് ഞാൻ ഇരുന്നതാണ്. സോ അപ്പോൾ ഒരു 1 month വേണ്ടിയിട്ട് ഞാൻ തന്ന പൈസ $425 Canadian ആണ്. സോ ആ $425 Canadian പ്ലസ് ഒരു $100 പ്ലസ് ഞാൻ എൻ്റെ കൂട്ടുകാരൻ്റെ കൂടെ ഷെയറിങ് ചെയ്തിട്ട് ഗ്രോസറീസൊക്കെ മേടിക്കും. അതിന് വിചാരിച്ചാൽ ഞാനൊരു $100 or $150 നമ്മൾ സ്പെൻഡ് ചെയ്യും. ആ പുള്ളി ഒരു $100 or $150 സ്പെൻഡ് ചെയ്യും. സോ കമ്പൈൻഡ് ആയിട്ട് ഒരു $300 നമുക്ക് കംഫർട്ടബിളായിട്ട് ഒരു മന്തിന് ഗ്രോസറീസ് നമ്മൾ മേടിക്കാൻ പറ്റും. സോ ഇതൊന്നും ഭയങ്കരമായിട്ട് ഗ്രാൻഡായിട്ട് നമ്മൾ കഴിക്കുന്ന ഒരു ഗ്രോസറീസ് അല്ല. സോ ഇതിൽ ഒരു ജസ്റ്റ് ബേസിക് നീഡ്സും വല്ലപ്പോഴും പുറത്ത് കഴിക്കുന്ന സാധനങ്ങളും നമ്മൾ മോസ്റ്റ്ലി നമ്മൾ ഇവിടെ വന്നിട്ട് പുറത്ത് കഴിക്കാൻ തുടങ്ങിയാൽ നമ്മൾ ബഡ്ജറ്റിൽ ഒരിക്കലും ഫിറ്റാവാൻ പറ്റത്തില്ല. എന്താ വെച്ചാൽ ഇവിടെ എല്ലാം ഭയങ്കര കോസ്റ്റ്ലിയാണ്. സോ നമ്മൾ 1 hour
$14 ഇല്ല $16 നമ്മൾ ഏൺ ചെയ്യുന്നത് 1 മീലിൽ നമ്മൾ ഒരു $20 സ്പെൻഡ് ചെയ്യണം. സോ ഇതുപോലെ നമ്മൾ ഒരു നാளைക്ക് 2 വട്ടം നമ്മൾ പുറത്ത് ഓർഡർ ചെയ്താൽ $40 അതിൽ തന്നെ പോയി. സോ അത് ഒരു 10 days ഓർഡർ ചെയ്താൽ $400 പോയി. അതുപോലെ സോ നമ്മൾ ഏൺ ചെയ്യുന്നത് 1200 സോ അതിൽ ഒരു 400 പോയാൽ ഭയങ്കരമായിട്ട് മാനേജ് ചെയ്യാൻ പറ്റത്തില്ലല്ലോ. സോ ഓൾമോസ്റ്റ് എല്ലാ ദിവസവും നമ്മൾ വീട്ടിൽ കുക്ക് ചെയ്യുന്നത് എക്കണോമിക്കലി നമുക്ക് ബെനിഫിറ്റ് ആവും. സോ അപ്പോൾ ഞാൻ $300 ഗ്രോസറീസും പ്ലസ് $100 ഇൻ്റർനെറ്റും ഫോൺ ബില്ലും പ്ലസ് കമ്മ്യൂട്ടിന് വേണ്ടിയിട്ട് ഒരു $100 നമ്മൾ സ്പെൻഡ് ചെയ്താലും ക്ലോസ് ടു ഒരു $200 to $300 നമുക്ക് സേവ് ചെയ്യാൻ പറ്റും. സോ അതില്ലാണ്ട് നമ്മൾ കാനഡയ്ക്ക് വരുമ്പോൾ നമ്മൾ GIC നമ്മൾ കൊടുക്കുമായിരിക്കും. സോ അതെന്താണെന്ന് വെച്ചാൽ ഇവിടെ വന്നിട്ട് ഇനീഷ്യൽ ഒരു 1 ഇയറിന് സ്റ്റുഡൻസ് സ്ട്രഗിൾ ചെയ്യരുതെന്ന് വിചാരിച്ചിട്ട് കാനഡ ഗവൺമെൻറ് ലൈക്ക് അലൈൻ ചെയ്ത ഒരു പ്ലാനാണ് അത്. സോ നമ്മൾ വരുന്ന മുന്നേ ഒരു $10,000 നമ്മുടെ അക്കൗണ്ടിൽ ഇവിടെ ഇവിടെ ഇരിക്കുന്ന ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്തിട്ട് ഇവിടെ വന്ന പിറகு നമ്മൾക്ക് ഒരു 1 month ടൈമിൽ ആ അക്കൗണ്ട് ആക്ടിവേറ്റ് ചെയ്യണം. അതിന് മുന്നേ ആക്ടിവേറ്റ് ചെയ്താൽ നമുക്ക് വന്നിട്ട് ഇനീഷ്യൽ എക്സ്പെൻസസിന് വീട് നോക്കാനോ ഇല്ല വീട്ടിൽ തേവയാണ് സാധനങ്ങളൊക്കെ മേടിക്കാനോ അതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് $2,000 നമുക്ക് റിലീസ് ചെയ്ത് തരും. പിന്നെ എവറി മന്ത് നമുക്കൊരു 600 to 8,000 റിമൈനിങ് ഉണ്ടല്ലോ, അതൊക്കെ ഇൻട്രസ്റ്റും തരും. പക്ഷേ ഒരു കാൽക്കുലേഷനിൽ വെച്ചാൽ നമുക്ക് എവറി മന്ത് $600 to $650 അറൗണ്ട് വരുമായിരിക്കും. സോ ഇറ്റ് ഡിപ്പെൻഡ്സ് ഫ്രം ബാങ്ക് ടു ബാങ്ക് എവറി മന്തോ ഇല്ല ക്വാർട്ടർലിയോ ആയിട്ട് വരും. സോ നമ്മൾ ഒരു 1,200 ഏൺ ചെയ്തിട്ട് പിന്നെ അത് 600 വെച്ചിട്ട് കുറേ പൈസ നമുക്ക് കാണുമായിരിക്കും. പക്ഷേ ഇപ്പോൾ ഇരിക്കുന്ന സിറ്റുവേഷൻ അതുപോലല്ല. ഇപ്പോൾ ഒരാൾ വന്നിട്ട് ഒരു ഷെയർഡ് അക്കോമഡേഷനിൽ തന്നെ അവർ നോക്കാമെന്ന് വിചാരിച്ചാൽ ഫസ്റ്റ് ഓഫ് ഓൾ അത് ക്ലോസ് ടു യുവർ പ്ലേസ് ആയിട്ട് ഇരിക്കത്തില്ല. ഇപ്പോൾ താങ്കൾ കോളേജിന് അടുത്ത് നോക്കുവാന്ന് വിചാരിച്ചാൽ അതില്ല. പക്ഷെ ഞാൻ ഇരുന്ന സ്ഥലം കോളേജിന് തൊട്ടടുത്ത് അത് ഡൗൺ ടൗൺ പിക് ഡൗൺ ടൗണിൽ എനിക്ക് അപ്പോൾ 425 കിട്ടി 2019. ഇപ്പോൾ അതുപോലെ പോയി നോക്കിയാൽ കിട്ടത്തില്ല. ഒരു ഷെയർഡ് അക്കോമഡേഷനിൽ തന്നെ ഒരു $600 നമുക്ക് ചോദിക്കുന്നുണ്ട്. $600 to $700 നമുക്ക് ചോദിക്കുന്നുണ്ട്. സോ ക്ലോസ് ടു ഡബിൾ ആവാൻ പോകുന്നുണ്ട് നമ്മൾ അപ്പോൾ ഇരുന്നതും ഇപ്പോൾ പോകുന്ന റേറ്റ്സും. അതില്ലാണ്ട് ഗ്രോസറീസ് ഭയങ്കര പീക്കായി. ഇപ്പോൾ ഞാൻ $100 നമ്മൾ ഒരു മന്തിന് സ്പെൻഡ് ചെയ്തു എന്ന് പറഞ്ഞല്ലോ ഞാൻ സ്റ്റുഡൻ്റ് ആയിട്ടിരിക്കുമ്പോൾ. സോ ഇപ്പോൾ അത് ഇവൻച്വലി ലൈക്ക് കാൽക്കുലേറ്റ് ചെയ്താൽ 200 or 250 കൂടെ ആവാൻ പോവും, അതുവരെ പോവുമായിരിക്കും. സോ പ്ലസ് നമ്മൾ ട്രാൻസിറ്റ് സോ TTCൻ്റെ കോസ്റ്റും കുറേ വട്ടം ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. സോ അതുപോലെ കുറേ ഫാക്ടേഴ്സ് ഉണ്ട് ഇവിടെ ജീവിക്കാൻ. ദ കോസ്റ്റ് ഓഫ് ലിവിങ് കുറേ ഇൻക്രീസ് ആയി. സോ അതിനെ വെച്ചാൽ നമ്മൾ ഏൺ ചെയ്യുന്നതും നമ്മൾ കോസ്റ്റ് ഓഫ് ലിവിങ് മാനേജ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ സേവ് ചെയ്യുന്ന ഒരു പൈസ ഇരിക്കത്തില്ല. പ്ലസ് ഇപ്പോൾ 1 month ഇപ്പോൾ ഞാൻ ജോലി ചെയ്യുന്നില്ല, നമ്മൾ സ്റ്റഡീസിൽ തന്നെ ഫുള്ളായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പോകുന്നു, ഇല്ലെങ്കിൽ എൻ്റെ ജോബിന് റിലേറ്റഡ് ആയിട്ട് ഞാൻ ഫുള്ളായിട്ട് ഫോക്കസ് ചെയ്ത് ജോലി എടുക്കാൻ പോകുന്നെന്ന് വെച്ചിട്ട് വിചാരിച്ചാൽ ഒരു ആൾക്കാർ ഒരു 3-4 months സേവ് ചെയ്തിട്ട് 1 month or 2 months ബ്രേക്ക് എടുക്കാൻ അപ്പോൾ സമയം കിട്ടി. ആ സേവ് ചെയ്ത പൈസ ഒക്കെ സൂക്ഷിച്ച് വെച്ചിട്ട് 1 month or 2 month ബ്രേക്ക് എടുത്തിട്ട് പിന്നെ ഫോക്കസ്ഡ് ആയിട്ട് നമ്മൾ ടൈം ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുമായിരുന്നു. സോ പക്ഷേ ഇപ്പോൾ അതുപോലെ അല്ല. സോ ഇപ്പോൾ 1 month നമ്മൾ ജോലി പോയില്ലെന്ന് വെച്ചാൽ നമ്മൾ നെക്സ്റ്റ് മന്ത് എന്തോ ആവും എന്ന് ഭയങ്കര ഒരു ബുദ്ധിമുട്ടുണ്ട് എല്ലാവരുടെ ഒരു മൈൻഡിലും. അതുപോലെ ഒരു പ്രഷർഡ് സിറ്റുവേഷനാണ് ഇപ്പോൾ കാണാൻ തുടങ്ങി. സോ ആൻഡ് ജോബ് കിട്ടാൻ ഭയങ്കര ഇപ്പോൾ ബുദ്ധിമുട്ട്, പാർട്ട് ടൈം പോലും കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. ഒരു ജോബ് ഓപ്പണിങ് എവിടെയെങ്കിലും വി ആർ ഹയറിങ്ങിന് ഇട്ടിരുന്നാൽ അതിൽ തന്നെ ഭയങ്കര ക്യൂവിൽ നിന്നിട്ട് പിള്ളേരും സ്റ്റുഡൻസും അപ്ലൈ ചെയ്യുന്നുണ്ട്. സോ അതാണ് ഇപ്പോൾ ഇരിക്കുന്ന റിയാലിറ്റി. സോ ടൊറൻറ്റോന്ന് വെച്ചാൽ ടൊറൻറ്റോൻ്റെ സിറ്റുവേഷൻ ഇതാണ്. സോ കോസ്റ്റ് ഓഫ് ലിവിങ് പ്ലസ് ജോബ് ഇതെല്ലാം സൂക്ഷിച്ചിട്ട് പ്ലസ് ഇതെല്ലാം മൈൻഡ് സെറ്റ് ചെയ്തിട്ട് വന്നാൽ ഭയങ്കര ഹെൽപ്ഫുള്ളായിട്ടിരിക്കും. ഇല്ലെങ്കിൽ ഇവിടെ വന്നിട്ട് ഇനീഷ്യൽ ടൈമിൽ തന്നെ നമ്മളെല്ലാവരും പറയും പോയി 1 month തന്നെ ജോലി എടുക്കാൻ പറ്റും, ഇല്ലെങ്കിൽ 2 months തന്നെ ജോലി എടുക്കാൻ പറ്റുമെന്ന്.
ആ ഡെഡ് ലൈൻ വെച്ചിട്ട് നമ്മളിപ്പോൾ വരാൻ പറ്റത്തില്ല. മുന്നേ ഞാൻ വരുമ്പോൾ ഞാൻ വന്നിട്ട് 3rd വീക്കിൽ തന്നെ ഓർ 2nd വീക്കിൽ തന്നെ എനിക്ക് ജോലി കിട്ടി. സോ ഞാൻ 3rd വീക്കിൽ തന്നെ വർക്ക് ചെയ്യാൻ തുടങ്ങി. അതിൽ എനിക്ക് ക്യാഷ് ഫ്ലോ കുറച്ച് ഈസി ആയിട്ട് വരുന്നതാണ്. പക്ഷേ ഇപ്പോൾ അതുപോലെ സിറ്റുവേഷൻ നമ്മൾ ഗ്യാരണ്ടി ആയിട്ട് പറയാൻ പറ്റത്തില്ല. സോ അതാണിപ്പോൾ പ്രശ്നം. സോ അതിനെല്ലാം നമ്മൾ തിങ്ക് ചെയ്തിട്ട് പ്രിപ്പയർഡ് ആയിട്ട് വന്നാൽ കാനഡ ഇനീഷ്യൽ ഡേയ്സും കുറച്ച് ഹാപ്പി ആയിട്ടിരിക്കും. അതാണ്. ഓക്കെ, കാനഡ ഇനീഷ്യൽ ഡേയ്സ് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഞാൻ ചോദിക്കുകയാണ്, ലൈക്ക് ഫസ്റ്റ് ഇവിടെ വരുമ്പോൾ ഒരു ഇൻ്റർനാഷണൽ സ്റ്റുഡൻ്റ് ആയിട്ട് ഇവിടെ വരുമ്പോൾ നമ്മൾ ഗോ ത്രൂ ചെയ്യുന്ന ഒരു ജേർണി എങ്ങനെയായിരിക്കും? ഇപ്പം നാട്ടിൽ ഭയങ്കര എല്ലാ പ്രിവിലേജസും എൻജോയ് ചെയ്ത് നടന്ന കുട്ടികളായിരിക്കും ഇങ്ങോട്ടേക്ക് വരുന്നത്. സോ ഇനീഷ്യലി ഇവിടെ വരുമ്പോൾ ഇതാണോ ഇവിടേക്കാണോ ഞാൻ വന്നത്, അല്ലെങ്കിൽ ഇത്രയും കഷ്ടപ്പെടാനാണോ ഞാൻ വന്നത് എന്നുള്ളൊരു റിയാലിറ്റി പലരെയും ഹിറ്റ് ചെയ്യുന്നുണ്ട്. സോ ശരിക്കും ഇനീഷ്യൽ ഡേയ്സ് എങ്ങനെയാണ്? ഇസ് ഇറ്റ് ഹാർഡ് ഓർ ഇസ് ഇറ്റ് സോ സ്മൂത്ത്? എങ്ങനെയാണ് ഇനീഷ്യൽ ആ ഒരു ഡേയ്സ് ഒക്കെ? ഇത് വളരെ നന്നായിട്ട് നല്ല ക്വസ്റ്റ്യനാണ്. because a lot of people will think that we are coming to Canada just to enjoy, or even whoever lives in Canada just record themselves being happy and post in social media and like taunt everyone, or like make everyone jealous that oh, I should have also gone to Canada, or why I'm still in India, or like in my country, like that. But the reality is like we do have that good times, like, and memories with our friends and colleagues here. But to get that good times, there are a lot of hard times we go through as well. As a student, you come here, it's not only educational development you go through, or financial development you go through. It's like you evolve as a person as you come into Canada from day one, because you have to be very self-dependent. So that from India, you all the basic jobs, like for example, to take care of yourself itself is been from another person. For example, your mom or dad or a servant will be there in your home to take care of like your belonging, like whatever you have to do for your breakfast, or groceries, or cleaning, or laundry, or anything. What you say, just you have to be a person in the home and get studied and keep your work doing. But here it's not that reality. Like the reality is like you have to do everything by yourself, like cleaning to like groceries and cooking, because as I said, cooking is the only way you can save some money, so that it's not affordable to get food outside. So as well as you have to go for your part-time, and you have to go to colleges, attend classes, and it's like you have to manage your time really well. That's what on top of it, you have to spend some time with your family back home too, because already there is a lot of time difference between India and Canada. It's like 9.5 to like sometimes it goes to 7.5 hours, 7 hours, but like based on the daylight saving. But it really takes a lot of time in your daytime, or like in your entire day, like to spend some time with your family and your friends back home. So as I mentioned, like in the list it goes on. Like in India, it does not feel like you're doing something, like you're so stressed out, or like maybe like to complete the job or like complete the task. But here you will have to push yourself really hard to get that job done. നമ്മൾ കുറച്ച് വീക്കായ ഒരു 1 മിനിറ്റിൽ നമുക്ക് തോന്നുമായിരിക്കും, ഓക്കെ നമ്മൾ why did I come here, or I should have stayed in Canada, like so I should have stayed in India itself, like that you will feel, and like just if you are broke. But you have to keep moving, and you have to like have a good friend circle, I would say, because when you're away from country, like friends are like your extended family, so you have to choose your friends really well, and so that they stand for you whenever you're down, and like they create the good memories for you, so that they keep you moving. And you have to also like really motivating yourself, so that you welcome all the difficulties, and you do the best in like whatever difficulties you go through. So if you fall, you're gonna fall from a really big height, but be strong. So that's the only thing I keep myself. This situation might too pass. That was the only thing which was I was keep on telling to myself, because whenever I go to that situation, okay, somewhat I'm learning from this situation, and
after a few years, like whatever the situation was that time and now, it's a lot better. So that's what the thing is, like all situations you undergo, all the pressure you take, it's going to be kind of okay, and you will get used to, and you will be in a better position after a few years. That's what I can say, because in India you take this much pressure, like maybe or may not be you would move or progress, but here the progress is like considerably, we can evidently see the progress is in 4 years. I can see the progress to friends, whoever I said, when they have a conversation with me, they say about their struggles, and like I say, okay, this shall too pass, and after a few years we're gonna have the same conversation and it will be a lot different. And now we are friends, and like we still remember those days, and we said, yeah, we already spoke about the situation, and now the days are really better, and it's not like that days. So that's what the reality is. ഓൾറൈറ്റ്. ഇപ്പോൾ 2019 അവിനാഷ് വന്നതെന്ന് പറഞ്ഞു. ഇപ്പോൾ സിറ്റുവേഷൻസ് കുറേ മാറിയിട്ടുണ്ടെന്ന് പറഞ്ഞു ആഫ്റ്റർ ദ കോവിഡ് പാൻഡമിക് ആൻഡ് ഓൾ. അപ്പോൾ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ എനിക്ക് തോന്നുന്നു അന്നത്തെക്കാട്ടി കൂടുതൽ ഇപ്പോഴാണ് ഒരു ബൂം. കുറേ കൂടി ആൾക്കാർ ഇങ്ങോട്ടേക്ക് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, കേരളത്തിൻ്റെ കാര്യം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഈ ഒരു സെപ്റ്റംബർ ഇൻഡേക്കലത്തേക്കാണ് ഒരു ഏജൻസി 7,200 സംതിങ് കുട്ടികളെ ഇങ്ങോട്ടേക്ക് വിട്ടത്. പ്ലസ് ദർ ആർ ഒരുപാട് ഏജൻസീസ് വേറെ ഉണ്ട്. സോ അവരും ഇതുപോലെ ഇങ്ങനെ പിള്ളേരെ വിട്ടുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പോൾ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ ഇങ്ങനെ നാട്ടിൽ നിന്ന് സ്റ്റുഡൻസ് ഇങ്ങോട്ടേക്ക് വരുന്നത് എത്രത്തോളം നല്ലൊരു ഡിസിഷനാണ്, ആൻഡ് എന്താണ് അവരിവിടെ വന്ന് എക്സ്പെക്റ്റ് ചെയ്യേണ്ടത്? As I said, like the inflation about Canada, as well as now we have forgot to notice, or we are not addressing the fact the recession is also on affecting North American countries and like over everywhere in the globe. So it's causing a lot of job loss, like as in my friend circle itself, I've heard a lot of people who are losing their job in like the past few months, and like from the start of 2023. So I would say, so we are investing a lot of money and like coming here to Canada, and like we are leaving, some people are leaving their jobs, like their comfortable jobs, and coming here as a student, and they're going to pursue their career in few years and get into the job market and everything. But I would still say, like if you are so much important for a company and your skill set is really well, and like you have very confident about your domain or whatever the job you do, then it's good for you, because wherever you go, the interview cracking skill is like really important. So first you have to work a lot on resumes to get selected for the interview, and then to clear that interview you have to be really well versed. So the technical difficulties, like if you're so confident about the job whatever you do in back home, for sure, like some of the companies will hire you for sure after many tries, that too, not in like just first you apply, the day first job you apply you get the first job. No, it's not like that. So if you're so confident and then you come here, you pursue your career, you pursue your studies, and then it's good. But some people are like really don't know what to do, like in India, and like they don't have they're not happy with their current job, they quit their job, they come here, and like they think that they're gonna build their career from the scratch over here. Then for them it's kind of difficult, kind of challenging. I have seen people too, like building from the scratch, and like they are in a very wonderful position right now, and like their careers are like really inspiring. But you should invest you should invest a lot of time in building your knowledge, and like doing a lot of certifications apart from your education, like you go through in colleges, because you have to showcase yourself the best among the applications they get. So that's how you get selected or proceeded with the companies, because the money they're gonna give you is not at all less. Because for example, if you go into a basic job, they're gonna give you $70,000 or $50,000 to $70,000 Canadian. So if you compare that, it's close to you're getting
30 lakhs to somewhere around 60 lakhs A or year. 50 lakhs a year. So considering that, you need to also have that amount of knowledge what they require, like what they require from you. So you have to be equipped, and you're answerable if they pay you, and you're answerable for it. So as I said, you're getting paid hourly, so you have to be well qualified for the money you get. So that's what I would say. And just one final question: is Canada worth the hype? After going on through a lot of debates, a lot of struggles, difficulties, and a lot of experience in Canada, I would still say Canada is worth the hype, because India is like good in education system, good in job market, because we are getting a lot of openings in IT sector. Like it's growing, as we are offering many services to the around the globe. So likewise, if you wanted to say, you produce a lot of good engineers or good people, educated people, but India is lacking to create some opportunities for the people. So let's say a person, for example, coming over to Canada and earns in 50 to 60 lakh a year. How many people in India like can able to earn that much money in their lifetime for a year? So even in government jobs, they do not have that much salary. And what about the expenses? Yeah. Can we balance these two? Yeah. Is it? So if you start itself in a 30 to 40 lakhs, down the ladder you're gonna grow and grow and grow and reach in like somewhere in crores. Like if you stay in any of the countries in North America or in Europe, so you're gonna be, as the years goes on, you get experienced, you get paid really well. So but you have to undergo this much, a lot of struggles to equip yourself and like sculpt yourself in where you are and what you are, so that you know yourself better after coming to Canada. And here, like the process is really transparent. So that's what I can say now, as after the younger generation is taking over in India, like the process are getting a little bit digitalized and like kind of okay, but it would still take a decade or so to get more better for the process and like easy access for anybody to get a job done. But here in Canada, if you just follow the process blindly, you will be like safe, and you don't have to struggle, or like you don't have to invest a lot of time in getting a job done, for example bribing someone or like waiting in long queues or nothing. You, if you have an appointment and they say they let you in, and they will get the job done for you if you are providing or furnishing any documents they require, and you just pay for the application fee. That's it, nothing apart, and no middlemen. So if you are educated and you can invest some time in researching things, everything is available online. And there are some people who can help you in, if you go to the office, so they can guide you properly, and they are happy to help you as well. So the people's mentality is really good. The health system has to better, like it's not the same how you get an instant help in terms of medical. It's not the same in Canada, so it is growing, so that should be go improved. And the rest, everything, the quality of life, the pollution free space, you get a lot of fresh air when you go out. You can breathe happily, and sound, like you don't even hear a horn sound outside. So that's like one of the drastic thing I would say, like I love about Canada. And it's still after all these things, I would still say it's worth the hype. But you just have to be cautious and be so aware before you land, and be prepared for what are all you're gonna have as an outcome, or like what all situation you should go through. If your mindset is good, and if you are ready to like hustle and see yourself successful in few years, then it's really a land of opportunities. But don't get in the traps of some agencies or consultancies or any middlemen. They promise you that they get you job, or pay me this much, or I will get you something for you. Don't trust anyone, trust in yourself. That's what Canada had taught me in so many years. And just simply follow the process and be patient, and you will succeed in one day. That's what I can say after coming to Canada.
താങ്ക് യു സോ മച്ച് അവിനാഷ്. വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് കാനഡേൻ്റെ ഒരു പിക്ചർ നമുക്ക് അവിനാഷ് പറഞ്ഞു തന്നു. സോ താങ്ക് യു സോ മച്ച് ഫോർ ദാറ്റ്. കൂടുതൽ ആളുകളും ഇങ്ങനെ ഐ മീൻ കാനഡയെ പറ്റിയിട്ടുള്ള ഒരു ഹാപ്പി പിക്ചർ മാത്രമേ നമുക്ക് എല്ലാവരുടെ അടുത്തുനിന്നും കിട്ടുള്ളൂ. ഇപ്പം അവിനാശ് എന്നെ സൂചിപ്പിച്ച പോലെ ഇപ്പം ഇൻസ്റ്റാഗ്രാം ആണെങ്കിലും ഫേസ്ബുക്ക് ആണെങ്കിലും ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ കാനഡയിൽ പോയിട്ടുള്ള ഫ്രണ്ട്സിൻ്റെ പോസ്റ്റുകളൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഫുൾ ഹാപ്പി കുറേ സ്ഥലത്ത് പോകുന്നു, പിക്ചേഴ്സ് എടുക്കുന്നു, പോസ്റ്റ് ചെയ്യുന്നു. ബട്ട് അതിൻ്റെ പുറകിലുള്ള ഒരു റിയാലിറ്റി പലരും അറിയുന്നില്ല. സോ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്കത് പറഞ്ഞു തന്നു. താങ്ക് യു സോ മച്ച്. സോ ഇനിയും വീണ്ടും ഇതിൻ്റെ ഒരു കണ്ടിന്യൂ നമ്മൾ ഈ ഒരു സീരീസ് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. ഇനിയും വീണ്ടും ഒരു അതിഥിയുമായിട്ട് നമുക്ക് അടുത്ത ഇൻ്റർവ്യൂവിൽ മീറ്റ് ചെയ്യാം. ടിൽ ദെൻ ബൈ.